ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള മുട്ടക്കുറുമ ഉണ്ടാക്കാം. ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കുറുമയാണ്. തേങ്ങ അരച്ചതോ മുളക് പൊടിയോ തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ പശുവും പാൽ കൊണ്ട് ഉണ്ടാക്കുന്നൊരു കുറുമയാണ്. അങ്ങനെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് 3 അല്ലി വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചിയും 2 പച്ചമുളകും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഉള്ളിയും ഒരു തക്കാളിയും ചേർക്കുന്നുണ്ട്. അതിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഞാൻ 3 മുട്ടയുടെ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അത് നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂണും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ല വഴന്ന് കിട്ടിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പശുവും പാൽ ചേർക്കാം. പാൽ ചേർത്ത് കുറച്ച് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട പീസാക്കിയത് ഇട്ട് കൊടുത്ത് തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ടക്കുറുമയാണ്. രാവിലെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു കുറുമയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇതിന് മുകളിലായി കുരുമുളക് പൊടിയും കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്ത് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.